ഹലോ ഗായ്സ്. അപ്പോൾ SIP എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇനി പറയാത്തവരുണ്ടെങ്കിൽ പ്രൊഫൈല് വീഡിയോ കിടപ്പുണ്ട്, പോയി കണ്ടു നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് SWP ഉണ്ടെന്ന്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്താണെന്നാണ് കേട്ടോ. ഇത് മ്യൂച്വൽ ഫണ്ടിലുള്ള ഒരു ഫീച്ചറാണ്. ഒരു റെഗുലർ ഇന്റർവെല്ലിൽ ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇടുക. ലൈക്ക് നമുക്ക് റെഗുലർ ആയിട്ട് ഒരു ഇൻകം കിട്ടുന്ന പോലെ. ഇത് കൂടുതലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് SIP വഴിയോ അല്ലാതെയോ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് നമ്മൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ SWP വഴി നമ്മൾ വിഡ്രോ ചെയ്തെടുക്കും. ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ SIP കൊണ്ടുപോവുക, പിന്നെ റിട്ടയർ ആയ ശേഷം വി വിൽ കൺവേർട്ട് ദാറ്റ് SIP ഇൻടു SWP. അപ്പോൾ ഇത് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ റെഗുലർ ആയിട്ടുള്ള ഇൻകം. പിന്നെ സെക്കൻഡ് വന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് ഡിസൈഡ് ചെയ്യാം നമുക്ക് എപ്പോൾ വേണം, എത്ര കാശ് വേണം എന്നൊക്കെ. അടുത്ത ബെനിഫിറ്റ് ലിക്വിഡിറ്റിയാണ്. മീൻസ് നമുക്ക് അതിന് വിഡ്രോ ചെയ്യാം, ബട്ട് വി സ്റ്റിൽ ആർ ഇൻവെസ്റ്റഡ്. പിന്നെ അടുത്തത് ഓഫ് കോഴ്സ് ടാക്സ് എഫിഷ്യൻസിയാണ്. നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി, നമ്മുടെ ടോട്ടൽ വിഡ്രോവൽ ചെയ്യുന്ന ഫുൾ എമൗണ്ടിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ SWP എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിപ്ലീഷൻ. ലൈക്ക് നമ്മൾ കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ റിട്ടേൺസ് കുറവാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിപ്ലീറ്റ് ആയി പോകും. അടുത്തത് പറയുന്നത് ഓഫ് കോഴ്സ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ. മാർക്കറ്റിന്റെ ബേസ് അനുസരിച്ചാവും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ ഗ്രോത്ത് ഉണ്ടാവുക. സോ മാർക്കറ്റും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. പിന്നെ ലാസ്റ്റ് വൺ ആണ് എക്സിറ്റ് ലോഡ്. നമ്മൾ SWP വെച്ചിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് മിക്ക മ്യൂച്വൽ ഫണ്ടുകളിലും എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്യും. അത് എത്രയാണെന്ന് നോക്കണം.